ആ ഞാനൊരു ആഹ്, 26, 28 വയസ്സിലാണ് പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ മോൾക്ക് ഒരു 3 വയസ്സാണ്. ഞാൻ 1993 പാലിയേറ്റീവ് കെയറിലേക്ക് എത്തിപ്പെടുന്നത്. അന്ന് പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണത്. അപ്പോൾ ഞാനത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ സാറ്, പിന്നെ ഡോക്ടർ സുരേഷ്, ഞങ്ങൾ സുരേഷ് ജി എന്ന് പറയും, സുരേഷ് ജി സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫാമിലി ഫ്രണ്ട് ലിസി, പിന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അപ്പോൾ അതിൽ നിനക്ക് വോളണ്ടിയർ ആയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ വോളണ്ടിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു പൈസയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിനക്ക് അവിടെ പോയിട്ട് സേവനം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും എനിക്ക് അത്ര താല്പര്യം തോന്നിയിരുന്നില്ല. കാരണം ഞാനൊരു 5 വർഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഒരു ശമ്പളം കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് ഫിനാൻഷ്യലി ശരിക്കും ഒരു ആവശ്യമുള്ള സമയം കൂടിയാണ്. അപ്പോൾ വെച്ചാൽ ഞാനും ഹസ്ബൻഡും കുട്ടിയാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും ആ ഒരു ഡിസ്കഷനിൽ നമ്മൾ അവിടെ പോയിട്ട് സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ, സാറിൻ്റെ വീട്ടിൽ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും വേദനിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള അസുഖം വന്നിട്ട് ഇനിയൊന്നും ചെയ്യാനില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മരിക്കുന്ന ആളുകളെ കുറിച്ചും അവരുടെ വേദനകളെക്കുറിച്ചുമാണ് ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ വേദന നമുക്ക് എങ്ങനെ കുറച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയിൽ നമ്മൾ സാധാരണ ഒരു ക്ലിനിക്കാണ്. അവിടെ എല്ലാ തരത്തിലുള്ള രോഗികളും വരും. അവിടെ പിന്നെ പനിയായിട്ടും ഛർദിയായിട്ടും അല്ലെങ്കിൽ പിന്നെ ക്യാൻസറുള്ള പേഷ്യൻസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് അവർ പോകുന്നു, പിന്നീട് നമ്മൾ അവരെ കാണുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, അവരുടെ വേദന കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തോന്നിയത് ശരിക്കും അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇപ്പോൾ രോഗികളെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, ഡ്രസ്സിങ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. എന്നാൽ ശരി, അങ്ങനെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ നേരിട്ട് അന്ന് പേഷ്യൻ്റ് കെയറിലേക്കല്ല പോയിണ്ടായിരുന്നത്. കാരണം രാജഗോപാൽ സാറാണ് അന്നത്തെ അനസ്തേഷ്യ HOD. സാറിൻ്റെ റൂമിൽ കുറച്ച് പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് പിന്നെ സാറ് അനസ്തേഷ്യ HOD ആയിരിക്കുമ്പോൾ തന്നെ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിന് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും, സർജറിക്കൊക്കെ. അപ്പോൾ അങ്ങനെ പേഷ്യൻ്റ് വരുമ്പോൾ സാറ് പറയും, മീനെ കുറച്ച് നേരം ഒന്ന് അവരുടെ കൂടെ പോയിരിക്കുമോയെന്ന്. അപ്പോൾ ശരിക്കും എനിക്ക് കൺഫ്യൂഷനായി. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ കൂടെ പോയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അവരുടെ കൂടെ ഇരിക്കാനാണ് പറയണേ. അപ്പോൾ നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നില്ലായിരുന്നു. പക്ഷേ അവരുടെ കൂടെ പോയിരുന്നു. നമ്മൾ സാധാരണ 2 വ്യക്തികൾ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിച്ച് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ അതിലേക്ക് വരുന്നത്. ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, അതിലപ്പുറം അവരനുഭവിക്കുന്ന ധാരാളം പ്രയാസങ്ങളുണ്ട്. അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ചികിത്സയെക്കുറിച്ചും എല്ലാം. അപ്പോൾ ആ ഒരു വേദന എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയും അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുകയും ചെയ്യുന്നതാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ. അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാജഗോപാൽ സാറും ഞാനുമാണ് അന്നത്തെ OP എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടുത്തെ അന്നത്തെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ട് മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഗ്ലൗസൊക്കെ പാക്ക് ചെയ്തിരുന്ന ഒരു കുഞ്ഞു റൂം അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു അമ്മ ഒരു പേഷ്യൻ്റായിട്ട് വരികയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് ശരിക്കും എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് സാറിൻ്റെ അടുത്ത് പറയുക,
സാറേ എന്നെ ഒന്ന് കൊന്നു തരുമെന്ന്. അത് ശരിക്കും എന്താ പറയുക, അപ്പോൾ അവരനുഭവിക്കുന്ന ആ വേദന എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് സാറ് അന്ന് പിന്നെ ഒരു പൊട്ട് മോർഫിൻ ഗുളികയാണ് വേദന കുറയാൻ വേണ്ടി കൊടുത്തത്. അത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ അമ്മ ശരിക്കും ഇരുന്ന് ഒരു ഗ്ലാസ് കാപ്പി വാങ്ങി കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ മുഖത്ത് വരുന്ന ഒരിതുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും കാലം വേദന സഹിച്ചത്. എന്നിട്ടിങ്ങനെ ഒരു നാണം കലർന്ന പോലെയാണ് പിന്നെ അവർ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്നെ കൊന്നു തരാനല്ലേ പറഞ്ഞത്, പക്ഷേ എനിക്കിപ്പോൾ മരിക്കണമെന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വേദന കൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വേദന എത്രമാത്രം അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗുളിക കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ശരിക്കും ബാക്കി ആളുകൾക്കും കൂടിയും കൊടുത്തുകൂടാ എന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും എല്ലാവരിലേക്കും വരിക ചെയ്യുന്നത്. പിന്നെ അന്ന് നമ്മൾ ആ കുഞ്ഞു റൂമിൽ, പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ വേറെ OP ആയിട്ട് താഴെ ഒരു ബിൽഡിങ്ങൊക്കെ, അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു എന്താ പറയുക ഗോഡൗൺ ആയിരുന്നു അതൊക്കെ നന്നാക്കി എടുത്ത് അവിടെയാണ് പിന്നെ നമ്മളുടെ OP തുടങ്ങുന്നത്. അപ്പോൾ അന്ന് വോളണ്ടിയേഴ്സായിട്ട് പറഞ്ഞാൽ ഞാനുണ്ട്, ലിസിയുണ്ട്, പിന്നെ ഒരു അമീൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോമിയോ ഡോക്ടറുണ്ട്, അവർ മലപ്പുറത്തുള്ള, അവരും വോളണ്ടിയറായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രവീൺ, ഇവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, പ്രവീൺ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് പേഷ്യൻ്റായിട്ട് വന്നിരുന്ന ആ പേഷ്യൻറ്റിൻ്റെ പിന്നെ ഹസ്ബൻഡാണ് ഒരു ബാലേട്ടൻ മരിക്കുന്നവരേക്കും അവസാന കാലം വരേക്കും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ കുറേ പേര് പാലിയേറ്റീവ് കെയറിലേക്ക് അങ്ങനെ വരുന്നു. പേഷ്യൻ്റായിട്ട് വരുന്നവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു ബീന ഇപ്പം നമ്മളുടെ കൂടെ ഒരു നേഴ്സായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് കണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു സേവനം അവർക്ക് പിന്നീട് ബാക്കിയുള്ളവർക്കും കൂടിയും അത് എത്തിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളത് സത്യത്തിൽ നമുക്ക് അവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളുടെ പേഷ്യൻ്റായിട്ട് വന്നിട്ട് തന്നെ വോളണ്ടിയറായിട്ട് വന്നിട്ടുള്ള 2 പേരുണ്ട്, എടുത്തു പറയേണ്ടതായി. ഒരു ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, അവൻ അതോടൊപ്പം തന്നെ വോളണ്ടിയറായിട്ട് വരുന്നു. പിന്നെ ഒരു സുബൈർക്ക 4 മക്കളും വൈഫും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. കാല് ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മൂപ്പര് ഒരു നേരത്തെ മെഡിക്കൽ റെപ്പായിരുന്നു. പിന്നെ അസുഖം വന്നതിന് ശേഷം അവിടേക്ക് നമ്മളുടെ അവിടെ വരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ കാണുന്നു, വോളണ്ടിയർ ആവുന്നു. ഇതിലൂടെയാണ് പിന്നീട് ഇവരുടെ ഈ ശാരീരിക പ്രയാസങ്ങൾ മാത്രമല്ല മറ്റ് ബുദ്ധിമുട്ടുകളും കൂടിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് റിഹാബിലിറ്റേഷൻ, പുനരധിവാസം എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്കും കൂടിയും വരുന്നത്. അങ്ങനെയാണ് സുബൈർക്ക പിന്നെ ഒരു കോഫി വെൻഡിങ് മെഷീൻ നമ്മൾ എന്ന് വെച്ചാൽ പിന്നെ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നതും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ അവരുടെ വേദനയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പേഷ്യൻ്റ് അവിടെ വരുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറേ ആളുകളെങ്കിലും ആശുപത്രിയിലെത്താതെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഹോം കെയറിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെയാണ് നമ്മൾ പിന്നെ വീടുകളിൽ പോയിട്ട് രോഗികളെ കാണാൻ തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ക്യാൻസർ പേഷ്യൻസിനെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് അപ്പോൾ ഇങ്ങനെ വീടുകളിൽ പോകുമ്പോഴാണ് സത്യത്തിൽ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അവരുടെ അകന്ന ബന്ധുക്കളായിരിക്കും വരിക. പിന്നെ അവരുടെ ചുറ്റുപാടിനെ കുറിച്ചോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ വീട്ടിൽ പോയിട്ട് കാണുമ്പോൾ അവരാരായിരുന്നു എന്നും ഇപ്പം അവരെന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതും അവരെ വീട്ടിലും ബാക്കി ആളുകളും എല്ലാവരെയുമായിട്ട് നമുക്കൊരു എന്താ പറയുക കുടുംബ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ അവരുടെ വീട്, അവരുടെ ചുറ്റുപാട്, അവരുടെ ബന്ധുക്കൾ അവിടെ വെച്ച് കാണുമ്പോൾ അവരെത്രമാത്രം കംഫർട്ടബിൾ ആവുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലൂടെയാണ്. അങ്ങനെയാണ് നമ്മൾ ഹോം കെയറിന് പ്രാധാന്യം കൊടുക്കുന്നത്.
ഹോം കെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം പാലിയേറ്റീവ് കെയറിൻ്റെ ബാക്ക് ബോണാണ്. ഹോം കെയർ ആണ് എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് പിന്നെ ഇതല്ല. പക്ഷേ ഒരു വീടുകളിൽ പോയിട്ട് നമ്മൾ രോഗികളെ കാണുമ്പോൾ ആ രോഗിയെക്കുറിച്ചും ആ രോഗിയുടെ ബന്ധുക്കളെക്കുറിച്ചും അവരുടെ ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവർക്കും ഒരു ആസ്പത്രി അന്തരീക്ഷത്തിലല്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ ശരിക്കും അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹോം കെയർ തുടങ്ങുന്നത്. പിന്നീടാണ് അങ്ങനെ ഹോം കെയർ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ പേഷ്യൻസിനെയാണ് ആദ്യം നമ്മൾ കണ്ടിരുന്നതെന്ന്. കാരണം അവരുടെ ചികിത്സകളൊക്കെ എടുത്ത് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ശരിക്കും അവരുടെ മുന്നിലുള്ള ഒരു വാതിൽ അടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട് കാണുമ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്തുള്ള ഒരു പ്രായമായിട്ട് കിടക്കുന്ന ഒരമ്മ പറയുകയാണ്, ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും നോക്കാണ്ടായിരുന്നല്ലോ എന്ന്. അതിലൂടെയാണ് ശരിക്കും ക്യാൻസർ പേഷ്യൻസ് മാത്രമല്ല മറ്റുള്ളവരും അവർക്കും കൂടി പാലിയേറ്റീവ് കെയർ ആവശ്യമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാവുന്നതും. പിന്നീട് ഒരു ഗവൺമെൻറ് പോളിസി വരുന്നതും എല്ലാ ബെഡ് റിഡൻ പേഷ്യൻസിനെയും വീടുകളിൽ പോയിട്ട് കാണണം എന്ന് പറയണതും അത് നടപ്പിലാവുന്നതും ഒക്കെ ശരിക്കും വളരെയധികം മാനസികമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഞാൻ അതിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം മൂപ്പര് എന്നെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ മീൻസ് എന്നെ അവിടത്തേക്ക് എത്തിക്കുന്നത് തന്നെ മൂപ്പരാണ്. പക്ഷെ അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വേണം, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നും. ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമാണ്, പിന്നെ ഹസ്ബൻഡ് അമ്മയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരാരെങ്കിലും എൻ്റെ മോള് ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ അവൾ പറയുകയാണ് അമ്മ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രയോറിറ്റി ചിലപ്പോൾ അവളെ നോക്കലായിരിക്കും. പക്ഷേ ശരിക്കും എന്താ പറയുക, എല്ലാ ഭാഗത്തുനിന്നും ഉള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ അവരുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നതോടൊപ്പം തന്നെ അവർ തിരിച്ച് നമ്മളുടെ വിശേഷങ്ങളും ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തിനാ ഇങ്ങനെ വന്നിട്ട് വെറുതെ ജോലി ചെയ്യുന്നത്, ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ മുറ്റത്തിരുന്നിട്ട് ഒരു 10 പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറ്റം വൃത്തിയാകുമായിരുന്നില്ലേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവരെന്നെ പറയും, അല്ലേ ഇതുപോലെ കുറച്ച് പേരൊക്കെ വേണ്ടേ നമ്മളുടെ കൂടെ ഒന്നിരിക്കാനും വർത്താനം പറയാനും. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം. കാരണം ഏതൊരാശുപത്രി പോയാലും ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോരുന്നു എന്നതല്ലാതെ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനോ പറയാനോ ഒന്നും അങ്ങനെ ആൾക്കാരുണ്ടായിട്ടില്ല. ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ കേൾക്കുന്നു. അപ്പോൾ അവർക്ക് അതിലൂടെ എത്രമാത്രം ഒരു റിലീഫ് കിട്ടുന്നോ അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നോ, അത് ശരിക്കും എന്താ പറയുക, അത് കേൾക്കുമ്പോഴാണ് നമുക്കും നമ്മളെന്താണ് ചെയ്യുന്നതെന്നും അതിലൂടെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മൾ ആ ശമ്പളത്തിനേക്കാൾ ഉപരി നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു മാനസിക ഒരു സംതൃപ്തി എന്നുള്ള ഒന്നുണ്ടല്ലോ, അതും ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതെന്താന്നുള്ളത് സത്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് വരുന്നതും. എന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ കാലത്തൊക്കെ പിന്നെ 2001 ഞാൻ അവിടെ നേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി മുമ്പ് നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ പോകുന്നു, വൈകുന്നേരം മോളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തുന്നു, അങ്ങനെയായി. പിന്നെ നമുക്കവിടെ 2003 IP വരുന്നു, ഇൻപേഷ്യൻ്റ് കെയർ യൂണിറ്റ്. അവിടെ വരുമ്പോൾ നമുക്ക് നൈറ്റ് ഉണ്ട്, ഡേ ഉണ്ട്, ഡ്യൂട്ടി ടൈം ഉണ്ട്. അപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഞാനിതൊക്കെ നിർത്തി പോന്നാലോ എന്ന് വരെ ആലോചിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, കാരണം അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളും ഇമോഷണലി ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ നിർത്താൻ വേണ്ടി നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ച സമയത്തും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് എന്നെ അതിന് വീണ്ടും തുടരാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ നൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ മോള്, അന്ന് ഫോണ് പോലും ഇല്ല, മോള് ചെറിയ കുട്ടിയാണ്, അവളിവിടെ ഒറ്റയ്ക്കാണ്, വേറെ ഷോപ്പിലായിരിക്കും. പക്ഷേ അവളും ശരിക്ക് എന്താ പറയുക, അമ്മ അങ്ങനെ പോകുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവൾക്കറിയാം എന്തിനാണ് അമ്മ പോകുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അന്നും അതെ ഇന്നും അതെ അവളും പാലിയേറ്റീവ് കെയറിനോട് ശരിക്കും എന്താ പറയുക
നല്ല എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ശരിക്കും നമ്മളുടെ കുടുംബത്തിലുള്ളവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ പറയുന്നതിനേക്കാളും അത് ശരിക്കും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിലിടപെടുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് ശരിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിനെ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനും കുട്ടിക്കും മാത്രമല്ല, എൻ്റെ ചുറ്റുപാടുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അങ്ങനെ കുറേ പേര്. അന്നത്തെ കാലത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, നിലമ്പൂർ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സമയത്ത് റംല എന്ന് പറഞ്ഞിട്ട് ഒരു വോളണ്ടിയർ, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീ അതിലേക്ക് വരുമ്പോൾ എത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ അറിയാലോ, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരാൾ, ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഇന്നും അവർ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതോടൊപ്പം അവരെ കണ്ട് മനസ്സിലാക്കിയിട്ട് എത്രയോ ആളുകൾ വോളണ്ടിയേഴ്സായിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നു. ഇപ്പോൾ ശരിക്കും എന്താ പറയുക, എല്ലാ ഭാഗത്തും പാലിയേറ്റീവ് കെയർ എത്തിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നല്ല ശതമാനം പിന്നെ സാധാരണ വീട്ടമ്മമാരാണെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും സാധാരണ ആൾക്കാരാണെങ്കിലും എല്ലാവരും തന്നെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ വന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഒരു പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ഇല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും അവരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ മുന്നിലുള്ള ആ ഒരു വാതിൽ അടഞ്ഞു കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടും അവരുടെ പ്രയാസങ്ങൾ ശരിക്കും നേരിട്ട് കാണുന്നത് കൊണ്ടുണ്ടാവുന്ന കുറേ മാനസിക പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവർക്കൊരു ബാധ്യതയാവുന്നു എന്നുള്ളത് നമുക്ക് വളരെ റെയറായിട്ടാണ് അതുപോലെയുള്ളത് കാണുന്നത്. പക്ഷെ പലപ്പോഴും അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അവിടെയാണ് നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളത് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, പേഷ്യൻ്റെ മാത്രമല്ല, കാരണം അവരുടെ കൂടെയുള്ള അവരുടെ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പേഷ്യൻറ്റിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കളായിരിക്കും. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട്, ഇത് ശരിക്കും ഒരു ടീം വർക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും പേഷ്യൻറ്റും അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടിയുള്ളതാണ്. പിന്നെ ടെർമിനൽ പേഷ്യൻസ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്നത്. കാരണം മുമ്പ് അങ്ങനെയായിരുന്നു. അന്നത്തെ കാലത്ത് അതാണ്, വീടുകളിലൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ ചില ആളുകൾ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ളത് ചുറ്റുപാടുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വീടുകളിൽ ചെല്ലുന്നതൊന്നും അന്നത്തെ കാലത്ത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിനെ മാത്രമല്ല നമ്മൾ കാണുന്നത്, വീടുകളിൽ പോയിട്ട് ബാക്കി ഒരു അസുഖമുള്ള പ്രായമായിട്ടുള്ളവരുണ്ട്, അരയ്ക്കുന്നതായിട്ട് കുഴഞ്ഞു പോയവരുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുള്ളവരുണ്ട്, അങ്ങനെയുള്ള രോഗികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ പോകുന്നത് അത്ര അവർക്ക് എന്താ പറയുക താല്പര്യക്കുറവായിട്ട് അങ്ങനെ കാണുന്നത്. പക്ഷേ അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ കയറി ചെല്ലാനും പാടില്ല. കാരണം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സഹായിക്കാനായിട്ട് പോയിട്ട് അവർക്കൊരു ഉപദ്രവമായി പോവരുത്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. കാരണം സാമ്പത്തിക ബാധ്യത നല്ല, പക്ഷേ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, കാരണം അവരെ ചികിത്സിച്ച് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി എല്ലാ ചികിത്സകളും കഴിഞ്ഞ് അവസാനമായിരിക്കും അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലാണ് പലപ്പോഴും പണ്ട് നമ്മളുടെ അടുത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് അസുഖം തുടങ്ങുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറും കൂടിയും പിന്നെ വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഡോക്ടേഴ്സ് വരെ നമ്മളുടെ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവസാന കാലത്താണ് നമ്മളുടെ അടുത്ത് എത്തുക. എന്ന് വെച്ചാൽ അന്നൊക്കെ പറഞ്ഞിരുന്നത്, ഡോക്ടർമാർ വരെ പറഞ്ഞിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, പേഷ്യൻസ് പറയാറുണ്ട്, മോർഫിനല്ലേ അവിടെ നിന്ന് കൊടുക്കുന്നത്, അത് പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മയങ്ങിക്കിടക്കുക ചെയ്യുക,
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവസാന നിമിഷം എത്താറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ചികിത്സ എടുക്കുന്നതോടൊപ്പം തന്നെ അവർ പാലിയേറ്റീവ് കെയറിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ റെഫറൻസ് മാത്രമല്ല, രോഗികൾ പറഞ്ഞിട്ടും കേട്ടിട്ടും വോളണ്ടിയേഴ്സ് പറഞ്ഞിട്ടും ഒക്കെ നമ്മളുടെ പാലിയേറ്റീവ് കെയറിലേക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു ബാധ്യത, പിന്നെ പാലിയേറ്റീവ് കെയറിൽ വരുമ്പോൾ അവർക്ക് വേറെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് മെഡിസിൻസ് കൊടുക്കുന്നതും, അതുപോലെ IPയിൽ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, മെഡിസിൻ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സർവീസൊക്കെ മനസ്സിലാക്കി നമ്മൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യൻ്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഒരു ഫാമിലി മീറ്റിംഗ് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രോഗിയെ നോക്കുന്ന അവരുടെ പ്രൈമറി കെയറേഴ്സ് അവരുമായിട്ടിരിക്കുമ്പോൾ ആ രോഗിയെക്കുറിച്ചും അവരുടെ അസുഖത്തെക്കുറിച്ചും അവരുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എല്ലാവരുടെ ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് ശരിക്കും എന്താ പറയുക, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലായിട്ട്. അപ്പോൾ അവർക്ക് അവിടെ ബാധ്യതകൾ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ അവർക്ക് ബാധ്യതകളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നേരത്തെ അവർക്ക് കുറേ ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാവും. സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ പുരുഷന്മാരും ഉണ്ട് കേട്ടോ, പുരുഷന്മാരും ഇല്ലാതില്ല. കാരണം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര മടിയായിരുന്നു. വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റിനെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ഒരു തിരിച്ചറിയുകയും, ഇപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അവരുടെ കൂടെ ഇരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ വലുത് തന്നെയാണ്. അതിനിപ്പോൾ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? ഒന്നും വേണ്ട, നമുക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അവരുടെ അടുത്ത് കുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ വീട്ടുകാരെ ഒന്ന് സഹായിക്കുന്നു, അവരെ ഒന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കാനോ. അപ്പോൾ അവരുടെ ആ കെയറേഴ്സിനും ഒരു റിലീഫാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താ പറയുക, സ്ത്രീകളെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരായിട്ടുള്ളവരും അവർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും എല്ലാവർക്കും ഒരു മെയിൽ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക അവർ ചിലപ്പോൾ മെയിൽ പിന്നെ വോളണ്ടിയേഴ്സ് ആയിരിക്കും. അങ്ങനെ തന്നെ ആയിക്കോളണമെന്ന് വേണ്ടി കേട്ടോ, നേരെ തിരിച്ച് ഉണ്ടാവലുണ്ട്. ശരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ മാത്രമൊന്നുമല്ല, ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർ വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു, പേഷ്യൻസിനെ കാണുന്നു, അവരെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവർ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു, ഒരു ടീമായിട്ട് പിന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നു. ശരിക്കും ഇപ്പോൾ അതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഞാനതിൽ എന്താ പറയുക വന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷേ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാടുണ്ട്. അത് എനിക്ക് തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് മരണം എന്നുള്ളത്. കാരണം നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തിലോ നമ്മൾ പരിചയക്കാരോ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമേ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇത് നമ്മൾ മരണം കാണേണ്ടി വരിക, നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരാൾ അങ്ങോട്ട് മരിക്കുകയാണ് ശരിക്കും. പിന്നെ നമ്മളവരെ കാണുന്നില്ലല്ലോ. അപ്പം നമ്മളുടെ മനസ്സിൽ അവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ കുടുംബത്തെക്കുറിച്ചും എല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക ചെയ്യുക. അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പാലിയേറ്റീവ് കെയർ ആദ്യമായിട്ട് 94 നമ്മളത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കുട്ടി ആണ് പാലിയേറ്റീവ് കെയർ ഫസ്റ്റായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആ കുട്ടി മരിക്കുന്നത് നമ്മളുടെ കൺമുന്നിലാണ്. ശരിക്കും എനിക്ക് അത് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം അത്. പക്ഷെ കുറേ കഴിയുമ്പോൾ മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കാം എന്നുള്ളതും ആ ഒരു എന്താ പറയുക തിരിച്ചറിവിലേക്ക് വരിക. അപ്പം ഞാൻ എൻ്റെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ തന്നെ ശരിക്കും വളരെയധികം മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ മരിക്കുകയാണോ, ഞാൻ മരിച്ചു പോവോ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളെന്താണ് ശരിക്കും അതിൽ നമുക്ക് എസ് ഓർ നോ ഒന്നും പറയാനില്ല. മരിക്കുകയാണെന്നോ അല്ലാന്നോ പറയാൻ പറ്റില്ല.
അവരുടെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതേ നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. അവരുടെ അപ്പുണ്ടാവുന്ന പ്രയാസങ്ങൾ നമുക്ക് കുറച്ച് കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വേണ്ടതും. അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. എനിക്ക് കുറേയൊക്കെ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ. കാരണം അല്ലെങ്കിൽ എനിക്ക് മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ പേടിയില്ല എന്നുള്ളതല്ല, പക്ഷേ എന്നാലും മരണം എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. അത് ആർക്കും എപ്പോഴും വരാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും. നമ്മൾ തളരും, പക്ഷേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും 1-2 അനുഭവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ എന്ന് വെച്ചാൽ ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു അമ്മയും കുട്ടി, ആദ്യം കുട്ടിക്കായിരുന്നു അസുഖം. ആ കുട്ടി ബെഡ് റിഡനാണ്, ക്യാൻസറാണ്. കുറച്ച് കാലത്ത് ശേഷം ആ അമ്മയ്ക്കും ക്യാൻസർ വന്നു. അവരും നമ്മളുടെ അടുത്തേക്ക് വരിക ചെയ്യുന്നത്. വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ട് ആ മരണവിവരം ഈ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള അമ്മ അറിഞ്ഞിട്ടില്ല. ഈ വിവരം ഈ അമ്മേനോട് പറയണം. ആ ടാസ്ക് ശരിക്കും എനിക്കായിരുന്നു. അത് വല്ലാതെ നമ്മളിപ്പോൾ ഒരു അസുഖ വിവരം പറയുന്നതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു മരണവിവരം നമ്മൾ അവരോട് പറയുക എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് ഒറ്റ ഇരുത്തത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മരണം എന്നുള്ളത് ഇപ്പം നമ്മൾക്കാണ് അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരവസ്ഥയാണ് നമ്മൾ ആലോചിക്കുക. നമ്മളെല്ലാ കാര്യത്തിലും അതാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി. അത് പക്ഷേ ഒരു വളരെ എന്താ പറയുക, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് എങ്ങനെ ആ ഒരു വിവരം അവരുടെ അടുത്ത് എത്തിക്കാനും വലിയ ഒരു ട്രോമയില്ലാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും അതുപോലെയുള്ള കാര്യങ്ങൾ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ അങ്ങനെയല്ലല്ലോ. അതാണ് ഞാൻ പറയണത്. അത് എനിക്ക് പറ്റും എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റിലുള്ളവരും എൻ്റെ അടുത്ത് പറഞ്ഞു അതെന്തായാലും മീനേച്ചിക്ക് പറ്റും. എല്ലാവരും വളരെ എന്താ പറയുക, സ്നേഹത്തോടു കൂടി എനിക്കത് പറയുമ്പോൾ. ഞങ്ങളുടെ അടുത്ത് ഒരു 70 വയസ്സുള്ള ഒരു മമ്മിക്ക എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. മമ്മിക്ക ശരിക്കും എന്താ പറയുക, ഒരു മദ്രസ അധ്യാപകനായിരുന്നു. മൂപ്പര് നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ വരികയും പേഷ്യൻസിനെ പിന്നെ വീൽ ചെയറിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനും അവർക്ക് ചായ വാങ്ങിക്കൊടുക്കാനും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും എന്താ പറയുക, മമ്മിക്ക ഇങ്ങനെ ഓരോ കാര്യത്തിലും പറയും മീനേച്ചി. അത്രയും പ്രായം ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നത് മീനേച്ചി തന്നെയാണ്, എത്ര പ്രായമുള്ളവരാണെങ്കിലും. അപ്പോൾ അത് എല്ലാവരും, മമ്മിക്ക ഇല്ല കേട്ടോ, മമ്മിക്ക മരിച്ചുപോയി. പക്ഷേ എന്താ പറയുക, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്ത് നോക്കാം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്കൊരു പ്രയാസം വരാത്ത രീതിയിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഇപ്പോൾ അസുഖ വിവരം നമ്മൾ പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. അത് ഇത്രയും കാലമായിട്ട് രോഗികളെ കണ്ടും അവരുടെ അടുത്ത് സംസാരിച്ചും അവരോട് ഇടപഴകിയും ഉണ്ടായി വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമ്മൾ ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. അത് നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു റാപ്പുമാണ്. ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരാളുടെ അടുത്ത് നമുക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് നമ്മളിലൊരു വിശ്വാസം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പറയുക, ശരിക്കും പാലിയേറ്റീവ് കെയറിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പരിശീലനം കൊണ്ട് നേടാൻ പറ്റും. അത് ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ പേര് പാലിയേറ്റീവ് കെയറിൽ വരുന്ന പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആണെങ്കിലും ഒക്കെ അവരൊക്കെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ അത് ചെയ്യാൻ പറ്റും.
എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എത്ര വലിയ ആളുകളാണെങ്കിലും പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ ഇതാണ്, കാരണം നമ്മളും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കും. ചിലപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ഇതാണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ 2 ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു VIP എന്നുള്ള രീതിയിലുള്ള എത്രയോ VIP നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്, അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവിടെ നിന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നിന്നൊന്നും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വരാറുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് മരിച്ച് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മരിച്ചാലും അവിടുന്ന് ഡിസ്ചാർജ് ആയാലും നമ്മൾ ഇടയ്ക്കൊന്നും അവരെ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തോ അതാണ് ആ ഒരു ബന്ധം എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പോന്നു കഴിയുമ്പോഴും ഞങ്ങളുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരിതുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ അവിടെ വരും എന്ന് വെച്ചാൽ അവർ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കുകയും ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതറിയും. അവരെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് അതുണ്ടല്ലോ, മറ്റാളുകൾക്ക് അവർക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ബാക്കി ആളുകൾക്കും കൂടി കിട്ടണം എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ സഹായിക്കുന്നവരും ഉണ്ട്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അത് എന്താ പറയുക, എത്ര സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിലും ശരി, തീരെ ഇല്ലാത്തവരാണെങ്കിലും ശരി, അവർ പറയുന്നത് അതാണ്, ഞങ്ങളെക്കൊണ്ട് എന്ത് രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ പറ്റും. ശരിക്കും അതൊരു തിരിച്ചറിവ് തന്നെയല്ലേ. 93 ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്ന് വെച്ചാൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന ഒരു കുഞ്ഞു റൂമിൽ തുടങ്ങി, പിന്നീട് നമ്മൾ ഹോം കെയർ തുടങ്ങി, പിന്നെ നമുക്ക് OP ആയിട്ടൊക്കെ വന്നു. OP ആയി വന്നിട്ടാണ് പിന്നെ ഹോം കെയർ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞു 2003 IP ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. തുടക്കകാലത്ത് പേഷ്യൻ്റ് കെയർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവിടെ പല ട്രെയിനിങ്ങുകളും വന്നു, ഡോക്ടേഴ്സിനുള്ളത്, നേഴ്സസിനുള്ളത്, പിന്നെ അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ് അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഫുട് പ്രിൻറ്റ്സ് പറഞ്ഞിട്ട് പാരാപ്ലീജിയ പേഷ്യൻസിനുണ്ടാവുന്ന റിഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ, അങ്ങനെ ഒരു പ്രോജക്റ്റ് അങ്ങനെ വരുന്നു. പിന്നെ SIPC സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ വരുന്നു. അങ്ങനെ എന്താ പറയുക, പടിപടിയായിട്ട് ശരിക്കും പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുക ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്രയോ പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 90 അടുത്ത് സബ് സെൻ്ററുകളുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളായിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ശരിക്കും കുട്ടികളെന്ന് പറയുന്നത്, വളർന്നു വരുന്ന കുട്ടികളിലേക്ക് പാലിയേറ്റീവ് കെയർ എത്തുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ഇൻപുട്ട്, അവരും എത്രമാത്രം രോഗികളെ കാണുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ റോ മെറ്റീരിയൽസ് അവരുടെ വീട്ടിലെത്തിക്കാനോ, അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എക്സിബിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു കടൽ കാണാൻ പോകണം, അപ്പോൾ ഒന്ന് ബീച്ച് കൊണ്ടുപോകാനും, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അത് ശരിക്കും ഈ കുട്ടികളായിട്ടുള്ള വോളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടെ ക്യൂരിയോസൊക്കെ നടക്കുമ്പോൾ ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം വളർന്ന് ഇനിയും ഒരുപാട് ദൂരം വളരാനുണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ ഏപ്രിൽ 30 വിരമിച്ചു. പക്ഷെ അതിന് ശേഷവും എനിക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്. എനിക്കിപ്പോഴും അങ്ങനെ വിരമിച്ചു എന്നങ്ങനെ എന്താ പറയുക, അങ്ങനെ മാനസികമായിട്ട് ഞാൻ അങ്ങനെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് പോവാം. പക്ഷേ എനിക്കിപ്പോൾ ഒരു ദിവസം പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ പോകും. ഇപ്പോൾ എനിക്ക് എൻ്റെ പേരക്കുട്ടീൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ അവളുടെ കൂടെയും കുറച്ച് ദിവസം കൂടെ ഇരിക്കണം.
അതും ഒരു പാലിയേറ്റീവ് കെയർ തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരും. എനിക്ക് പറ്റുന്നിടത്തോളം പാലിയേറ്റീവ് കെയറുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അത് ഇല്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ അത് പറ്റില്ല എന്നാണ് തോന്നണേ. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സത്യത്തിൽ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു, എനിക്ക് വയ്യ, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. നേരെ മറിച്ച് നമ്മൾ എന്തിലെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആവുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നത് വരുമ്പോൾ ശരിക്കും നമ്മളുടെ ആരോഗ്യം അത്രയും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വരും. ഇപ്പോഴും നമുക്ക് തന്നെ പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് എത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കും വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വരാം ഏതൊരാൾക്കും. അത് പറയുമ്പോഴേ എനിക്ക് നമ്മൾ ഈ വോളണ്ടിയർ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴേ ഓരോരുത്തർക്കും നമ്മൾ വിചാരിക്കുന്നത് അടുത്തുള്ള ആൾക്ക് സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളതാണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ വോളണ്ടിയർ ട്രെയിനിങ് എന്നുള്ളത് ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നുള്ളൊരു ഫീഡ്ബാക്ക്, അയ്യോ എൻ്റെ സിസ്റ്ററെ അന്ന് ആ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നതുകൊണ്ട് ഇപ്പോൾ നല്ല ഗുണമുണ്ട്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛൻ കിടപ്പിലാണ്. എൻ്റെ അച്ഛനെ എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ളത് കുറേ കാര്യങ്ങൾ നമുക്കന്ന് പഠിച്ചത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മളുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളുടെ അയൽപ്പക്കത്താണെങ്കിലും നമ്മളുടെ സമൂഹത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയർ ഏതൊരു കുടുംബത്തിലും വേണ്ടി വരും. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ വീടുകളിൽ പോയിട്ട് ഹോം കെയർ കാണുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. കാരണം അവർ എത്രമാത്രം വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഫാമിലി സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ. ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഈ HIV AIDS പോലുള്ള അസുഖങ്ങളൊക്കെയാണ് പൊതുവെ ഒരു സ്റ്റിഗ്മ എന്നുള്ള ഒരു ഇത് കണ്ടിരിക്കുന്നത്. പക്ഷേ ക്യാൻസർ വന്ന പേഷ്യൻസിൻ്റെ വീട്ടിലും അങ്ങനെയുണ്ട്. കാരണം അവരൊക്കെ അറിയാത്തത് കൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വം അല്ല. എന്ന് വെച്ചാൽ അച്ഛന് അസുഖം വന്നിട്ടുണ്ടാവും, അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടാവും, ഇനി മക്കൾക്കും വന്നാലോ എന്നുള്ള ചിന്ത. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ അവരെ അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അയൽപ്പക്കക്കാരും അതുപോലെ തന്നെയാണ്. അയൽപ്പക്കത്തുള്ളവർ വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ രോഗം പകർന്നാലോ എന്നുള്ള പേടി. പിന്നെ അതോടൊപ്പം തന്നെയാണ് എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഈ രോഗികളുമായിട്ട് അടുപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കല്യാണം ആ വീട്ടിൽ നിന്ന് പെൺകുട്ടീനെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കൊടുക്കുന്നില്ല. അതുപോലെയുള്ള സ്റ്റിഗ്മയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ല ശതമാനം അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിലുള്ളത്. കാരണം അതിന് പ്രധാന കാരണം ആ ഒരു അവെയർനെസ് തന്നെയാണ്. എന്ന് വെച്ചാൽ വോളണ്ടിയേഴ്സ് ധാരാളം വരുന്നു, വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു, രോഗികളെ കാണുന്നു, പിന്നെ അവരുടെ വീട്ടിൽ വോളണ്ടിയേഴ്സ് അവരുടെ വീടുകളിൽ പോവുകയും ഞാൻ പറഞ്ഞു, ഒരു വീട്ടിലൊരു വോളണ്ടിയറെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്, ഒരു പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഒരു വീട്ടിലെ ഒരാളെങ്കിലും. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ നേരത്തെയൊക്കെ MBBS പഠിക്കുന്നവർ അങ്ങനെ ഉള്ളവർക്ക് പാലിയേറ്റീവ് കെയറിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക, പാലിയേറ്റീവ് കെയർ എന്നുള്ളത് എന്താണ് എന്നുള്ളത് പഠിച്ചു വരുന്ന ആ ഒരു തലമുറയ്ക്ക് തന്നെ കിട്ടേണ്ടതാണ്. അങ്ങനെ പോസ്റ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നേഴ്സിംഗ് കോളേജിൽ നിന്ന് കുട്ടികളെ വിടുന്നുണ്ട്, അവിടെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അനസ്തേഷ്യ PGs ആണെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളവർ, ഇങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ തന്നെ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവർ സ്വയം തന്നെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിനായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു 6 വീക്സിൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ, ഫെലോഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ശരിക്കും വളർന്നു വരുന്ന തലമുറ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇടപഴകാനും. പക്ഷെ അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് കിട്ടി ചിലപ്പോൾ അവർക്ക് നല്ല ഓപ്ഷൻ വരും. എന്നുവെച്ചാൽ ഡോക്ടേഴ്സാണെങ്കിലും അവർക്ക് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക
ചുറ്റുപാടും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ ഏതൊരു ലെവലിൽ പോയിട്ടുണ്ടെങ്കിലും അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ. വോളണ്ടറി ആയിട്ട് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഒരു ഡോക്ടർ ഉഷ ഉണ്ട്, പിന്നെ ഒരു ഇന്ദിര മേഡം ഉണ്ട്. ഇന്ദിര മേഡമൊക്കെ നല്ലോണം എന്താ പറയുക, ആരോഗ്യസ്ഥിതി വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് പോലും ശരിക്കും അവിടെ വോളണ്ടറി ആയിട്ടൊക്കെ വരാറുണ്ട്. ഡോക്ടേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ കൊറോണയൊക്കെ ആയതിന് ശേഷമാണ് കുറച്ചൊന്ന് അതിൽ അതിപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് HOD ഉണ്ടായിരുന്ന ലുലു മാഡമൊക്കെ ഇപ്പോഴും വോളണ്ടറി ആയിട്ട് തന്നെയാണ് നമ്മളുടെ അവിടെ വരുന്നതും അക്കാഡമിക് കാര്യങ്ങളൊക്കെ നോക്കുന്നതും പേഷ്യൻസിനെ കാണുന്നതും ഒക്കെ. അത് ശരിക്കും വോളണ്ടിയറായിട്ട് വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്.